ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് നരേഷ് സക്സേന എന്ന കവിത എഴുതിയിട്ടുള്ള ആസ്വാദൻ ടിപ്പണിയാണ്. അതിന് രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ विनोद कुमार शुक्ल एഴുതിയിട്ടുള്ള കവിത നമ്മൾ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ വ്യക്തിക്കോ मैं नहीं जानता था ഹതാശ को जानता था എന്ന ഭാഗം പദ്യം എന്താണെന്ന് കവിത വായിച്ചു കൊടുത്ത് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനിങ് അറിഞ്ഞാലാണ് നമുക്ക് ഈ ആസ്വാദൻ ടിപ്പണി എന്താണെന്ന് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നരേഷ് സക്സേന ഇവിടെ ഈ കവിതയെക്കുറിച്ചിട്ട് എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. विनोद कुमार शुक्ला अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. विनोद कुमार शुक्ला തൻ്റെ മൗലികതയോടൊപ്പം ക്രമമില്ലാത്ത ഭാഷയുടെ കാര്യത്തിലും പ്രശസ്തനാണ്. അൻഗണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമമില്ലായ്മ. ഭാഷയ്ക്ക് അൻഗണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയുടെ ക്രമമില്ലായ്മ. കിന്തു എന്നാൽ ഈസ് കവിതാമേ ഈ കവിതയിൽ മൗലിക ഹോനെ കെ സാത്ത് ഹി മൗലികതയോടൊപ്പം തന്നെ കാവ്യശില്പ് കെ സിദ്ധ് കവി കി തരഹ് കാവ്യശില്പത്തിൽ നിപുണനായ കവിയുടെ രൂപത്തിലും ദിക്കായി ദേത്തെ കാണപ്പെടുന്നു. അപ്പോൾ ആള് പറയണ ഒന്ന് ക്രമമില്ലാത്ത ഭാഷയുടെ കാര്യത്തിൽ പ്രശസ്തനാണ്. എന്നാൽ ഇവിടെ മൗലികതയോടൊപ്പം കാവ്യശില്പത്തിൽ നിപുണനായ കവിയുടെ രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തനായ കവി എന്ന രീതിയിലും ഇയാൾ ഫേമസ് ആണ് എന്നാണ് പറയുന്നത്. ഇയാളെന്ന് പറയാൻ പാടില്ല ഒരിക്കലും, വെരി സോറി. ഓക്കെ, ഒന്നാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫ്. കവിത കെ അർത്ഥ് ഇത്തനെ സഹജ് ഔർ സാഫ് ഹേ കി കവിത കെ അർത്ഥ് കവിതയുടെ അർത്ഥം ഇത്തനെ സഹജ് ഔർ സാഫ് ഹേ കി ഇത്രയും സ്വാഭാവികവും വ്യക്തവുമാണ് എന്ന്. ഉന്നേം വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹേ അത് കവിത വ്യാഖ്യാനിക്കേണ്ട ആവശ്യം പോലുമില്ല. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം പറയാം. ഈ കവിതയുടെ അർത്ഥം ഇവിടെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം പോലുമില്ല. അത്രയ്ക്കും സ്വാഭാവികം അതുപോലെ തന്നെ സിമ്പിളുമാണ്. ഓക്കെ, സ്വാഭാവികവും വ്യക്തവുമാണ്. കാരണം ഇതിൻ്റെ വരി നമ്മൾക്ക് വായിച്ചു കൊടുക്കേണ്ട വരി വായിച്ചതിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. കാരണം ആ ഓരോ വരിയിലും നമുക്ക് അതിൻ്റെ മീനിങ് വളരെ സിമ്പിളായിട്ട് കിട്ടും. ആ അടുത്ത വരിയിൽ പറഞ്ഞത് सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. വളരെ ലളിതമായ പദങ്ങൾ ആ വാക്കിൻ്റെ അർത്ഥം സ്വയം പറയുന്നു. ആ വാക്കിൻ്റെ മർമ്മം സ്വയം വെളിവാക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പാരഗ്രാഫ്. അപ്പോൾ കവിത വളരെ സിമ്പിളാണെന്നാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്, രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പാരഗ്രാഫ്. വ്യക്തിക്ക് ഞാൻ വളരെ സ്ലോവിലാണ് വായിക്കുന്നത്. ഹിന്ദി വായിക്കാൻ നമ്മളുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഹിന്ദി സ്ലോവിലാണ് വായിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോവിൽ ഇങ്ങനെ വായിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ. വ്യക്തി കോ മേം നഹി ജാൻതാ താ ഹതാശ കോ ജാൻതാ താ വ്യക്തിയെ എനിക്ക് അറിഞ്ഞുകൂടാ, നിരാശയെ അറിയാമായിരുന്നു. കഹത്തെ ഹി വേ ജാനനെ കി ഹമാരി ഉസ് ജാനി പഹ്ചാനി റൂട്ടി കോ തോട് ദേത്തെ ഹേ എന്ന്. അതായത് വ്യക്തിയെ എനിക്ക് അറിഞ്ഞുകൂടാ, നിരാശയെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അറിയാനുള്ള നമ്മളുടെ ചിരപരിചിതമായ രീതികളെ തകർത്ത് കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവിതയിൽ ഏറ്റവും കൂടുതൽ ജാനിന നഹി ജാനിന എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അറിയുക എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അർത്ഥം കവി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ജോ വ്യക്തി കെ നാം അതിൽ പകുതിക്കിൽ വെച്ചിട്ടാണ് വായിക്കുന്നത്. ജോ വ്യക്തി കെ നാം പദേ ഉമ്ര ഓഹദേ യാ ജാതി സെ ജാനിനെ കോ ജോഡ്തി ഹേ അതായത് ഒരാളിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ജോ വ്യക്തി കെ നാം അതൊരു വ്യക്തിയുടെ നാം പേര്, പദേ അഡ്രസ്, ഉമ്ര പ്രായം, ഓഹദേ പദവി, യാ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതി പദം പറഞ്ഞില്ലേ, ജാതി സേ ജാനിനെക്കോ ജോഡ്തി ഹേ ഒരാളെ അറിയുന്നതിന് നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ആളുടെ പേര് രാമേട്ടൻ, അല്ലെങ്കിൽ ഒരാളുടെ പേര് പറയും, അല്ലെങ്കിൽ പദേ അഡ്രസ് ആൾ ഇന്ന സ്ഥലത്തുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഉമ്ര പ്രായം, അല്ലെങ്കിൽ പദവി
അല്ലെങ്കിൽ ജാതി, ഇതിലേതെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ഒരാളിനെ അറിയുക എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ മാറ്റിമറിച്ചു ഈ കവിതയിൽ അദ്ദേഹം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വിനോദ് കുമാർ ശുക്ലയുടെ കവിതയിൽ ജാനിനെ അറിയുക എന്ന വാക്കിനെ മാറ്റിമറിച്ചു എന്നാണ് ഇവിടെ ആര് പറയുന്നത്? വിനോദ് കുമാർ ശുക്ല, നരേഷ് സക്സേന പറയുന്നത് കേട്ടോ. ഇനി यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഞാൻ ഒന്നുകൂടി വായിക്കാം അർത്ഥം. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഇതിന്റെ അർത്ഥമാണ് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു വ്യക്തിയെ അവൻ്റെ മോഹഭംഗം, നിരാശ, നിസ്സഹായത അല്ലെങ്കിൽ അവൻ്റെ പ്രയാസം എന്നിവയിലൂടെ അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊന്നും അറിയില്ല. അതാണ് ഇതിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം. യദി ഹം കിസി വ്യക്തിക്കോ, നമ്മൾ ഏതെങ്കിലും വ്യക്തിയെ, ഉസ്കി അവൻ്റെ, ഹതാശ എന്ന് പറഞ്ഞാൽ മോഹഭംഗം എന്നാണ് അർത്ഥം. നിരാശ തന്നെ, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അസഹായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹായത, നിസ്സഹായത എന്നാണ്. യാ അല്ലെങ്കിൽ ഉസ്കെ സങ്കട്, അവൻ്റെ സങ്കടം, ആളുടെ വിഷമം. ഓക്കെ, സേ നഹി ജാൻതേ തോ, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഹം കുച്ച് നഹി ജാൻതേ, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ എന്തൊക്കെ അറിയണം? ഒരാളെ അറിയുമെങ്കിൽ ആൾക്ക് വിഷമാണോ, സങ്കടമാണോ, ആൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ അറിയണം. അർത്ഥവരിയാണ് പറഞ്ഞത്. സടക്ക് पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? സടക്ക് എന്ന് പറയുന്നത് എന്താണ്? സടക്ക്, റോഡ്. സടക്ക് പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ. ഗായൽ പടേ, മുറിവേറ്റ് കിടക്കുക. ഗായൽ പടേ അപരിചിത വ്യക്തി, കോ ദേക്കർ, അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട്. ക്യാ ഹം കഹ് സക്തേ ഹേ കി ഉസേ ഹം നഹി ജാൻതേ, അവന് അറിയില്ലെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? റോഡരികിൽ അപകടം പറ്റിക്കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് അദ്ദേഹത്തിനെ അറിയില്ലെന്ന് പറയാൻ പറ്റുമോ? വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ ഹം ജാൻതേ ഹേ കി യഹ് വ്യക്തി മുസീബത്ത് മേം ഹേ, വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ ആ വ്യക്തി അപകടത്തിലാണെന്ന് നമുക്കറിയാം. ഔർ ഇസേ ഹമാരി മദദ് കി ജരൂരത്ത് ഹേ, അവന് അല്ലെങ്കിൽ അയാൾക്ക് നമ്മളുടെ സഹായം ആവശ്യമുണ്ടെന്ന് അറിയാം. ആണ് ഔർ ഇസേ ഹമാരി മദദ് കി ജരൂരത്ത് ഹേ, നമ്മളുടെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. ജരൂരത്ത് പറഞ്ഞാൽ ആവശ്യം, മദദ് എന്ന് പറഞ്ഞാൽ സഹായം. ഹമാരി മദദ്, നമ്മളുടെ സഹായം. അപ്പോൾ ആ പരിക്കേറ്റ് കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന ആ വ്യക്തിക്ക് നമ്മളുടെ സഹായം ആവശ്യമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹ് കവിത മനുഷ്യ की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ പോലെ കാണാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനെ മനുഷ്യത്വത്തോടു കൂടി കാണണം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. അതായത് വയ്യാതെ കിടക്കുന്ന ആളെ സഹായിക്കാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. നമ്മളുടെ അവിടെ ഫ്ലഡ് വന്നപ്പോഴും അതുപോലെ തന്നെ ഓരോ വിഷമം വന്നപ്പോഴും, ഇപ്പോൾ കൊറോണ വന്നപ്പോഴും ആളുകളെ സഹായിക്കാൻ, ആളുകൾക്ക് വരുമാനമില്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് സഹായം ഇവിടെ ചെയ്യുന്നത് നമ്മൾ മുന്നിൽ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഓക്കെ, അങ്ങനെ കാണണം. അതെന്നാണ് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ചെറിയൊരു പാരഗ്രാഫ്. കവിത ലഗാതാർ നഹി ജാന്നെ ഔർ ജാന്നെ കാ ബയാൻ കർത്തി ഹേ. കവിത നിരന്തരം അറിവില്ലായ്മയെയും അറിയുന്നതിനെയും പറ്റി പറയുന്നു. എന്തിനേയും പറ്റിയാ പറയുന്നത്? കവിത നിരന്തരം, ലഗാത്താർ എന്ന് പറഞ്ഞാൽ നിരന്തരം, നഹി ജാനിനെ എന്ന് പറഞ്ഞാൽ അറിയില്ലാത്ത കാര്യം, അറിയില്ലായ്മ, അവർ ജാനിനെ അറിയുക, ബയാൻ കർത്തി ഹേ അതിനെ പറ്റി പറയുന്നു.
शिल्प की इस बारीक कारीगरी को देते हैं. ശില്പപരമായ ഈ സൂക്ഷ്മ കഴിവിനെ നോക്കാം. ശില്പപരമായ ഈ സൂക്ഷ്മമായ കഴിവിനെ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത വരി. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था. वह मुझे नहीं जानता था, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവന് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹി ജാൻതേ തേ, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാൻതേ തേ, ഒപ്പം നടക്കാൻ, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. यह नहीं जानना और जानना, അതായത് ഈ नहीं जानना और यह नहीं जानना और जानना, ഈ അറിവില്ലായ്മയും അറിവും. ഓക്കെ, കവിതയിൽ കിസി ലോകഗീത് കെ സ്ഥായി കി തരഹ്, ഏതോ ലോകഗീത് പറഞ്ഞ നാടോടിപ്പാട്ട്, ഏതോ നാടോടിപ്പാട്ടിലെ സ്ഥായി കി തരഹ്, വായ്ത്താരി പോലെ ബാർ ബാർ ലൗട്ടത്താ ഹെ, വീണ്ടും വീണ്ടും കടന്നു വരുന്നു. കവിതയിൽ വീണ്ടും വീണ്ടും കടന്നു വരുന്നു. എങ്ങനെ കടന്നു വരുന്നു എന്നാ പറഞ്ഞേ? ഏതോ നാടോടിപ്പാട്ടിലെ വായ്ത്താരി കണക്കെ വരുന്നു എന്നാ പറഞ്ഞേ. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേം, ഗദ്യമായി എഴുതിയ ഏതെങ്കിലും ഒരു കവിതയിൽ, ഗദ്യത്തിൽ എഴുതിയ, ഗദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള പാഠം പോലെ എഴുതിയിട്ടുള്ളതാണ് ഗദ്യം. പദ്യം വേറെ രീതിയിലാണ്, ഒരു പ്രത്യേക വരിയും അതിന് അകലം, അക്ഷരത്തിന് എണ്ണങ്ങൾ അടക്കമുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, പാരഗ്രാഫായിട്ടാണ് അല്ലേ. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, അപ്പോൾ അതൊരു പദ്യമാണ്, മനസ്സിലായി. പക്ഷെ അത് ഗദ്യമായിട്ട് എഴുതുമ്പോൾ ഒരു പാരഗ്രാഫ് പോലെ എസ് എഴുതുന്ന പോലെയാണ് എഴുതാം. ഓക്കെ, അപ്പോൾ പദ്യം ഗദ്യം രണ്ടുപേരും എഴുതല്ല. അപ്പോൾ നമ്മുടെ ഈ കവിത എഴുതിയിട്ടുള്ള ഗദ്യം പോലെയാണിത്, ശരിയല്ലേ? നമ്മൾ ആ ജാന്നെ എന്നൊക്കെ പറഞ്ഞ നിരാശനായിട്ട് ഒരാളിരിക്കായിരുന്നു, പക്ഷെ ഒരു കവിത, ഒരു പാട്ട് പോലെ അല്ല അത്, അത്ര ഗദ്യ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. അല്ല, ഗദ്യമേം ലിഖി ഹുയി കിസി കവിതാമേം लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आया है. അതായത് ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതയിൽ ഗീതാത്മകത ഇത്രയും സവിശേഷതകളോടെ ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ? യാദ് നഹി ആരഹ, ഓർമ്മ വരുന്നില്ല എന്ന്. അപ്പം ഗദ്യത്തിൽ എഴുതിയതാണെങ്കിലും ഇതിനെന്തുണ്ട്? ഒരു ഈരടിയുണ്ട്, ഒരു ഈണമുണ്ട് കവിതയ്ക്ക്. അപ്പോൾ ഗദ്യത്തിൽ എഴുതിയ ഇത്ര ഈണമുള്ള ഒരു കവിത ഹിന്ദിയിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കിതറിയില്ല എന്ന് നമ്മളോട് ഈ ആര് പറയുന്നു? നരേഷ് സക്സേന നമ്മളൊക്കെ പറയാണ്. ഓക്കെ, വിനോദ് കുമാർ ശുക്ലയുടെയാണ് കവിത. വീണ്ടും ഞാൻ പറയുന്നു. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं के जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഞാനൊന്ന് വായിക്കാം. जैसे किसी गज़ल में, ഏതെങ്കിലും ഗസലിൽ, ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ്, അവസാന വരിയിലെ അവസാന വാക്ക് പോലെ, ശ്രോതാവം കി ജുവാൻ പർ, ശ്രോതാക്കളുടെ കേൾക്കുന്ന ആളുകളുടെ നാവിൻ തുമ്പത്ത്, ആപ്പ് സെ ആപ്പ് ആ ജാത്തേ ഹേ, അവരുടെ നാവിൻ തുമ്പത്ത് വന്നു ചേരുന്നു. ഏതുപോലെ വന്നു ചേരുന്നു? ഏതെങ്കിലും ഗസലിൽ കേൾവിക്കാരുടെ നാവിൻ തുമ്പത്ത് സ്വയം വന്നു ചേരുന്നു, അവസാന വരിയിലെ അവസാന വാക്ക് പോലെ. വൈസെ ഹി ഈസ് കവിത കെ അന്തിം ശബ്ദ് യാനി സാത്ത് സാത്ത് ചലന കെ ബാദ്, അതായത് ഈ കവിതയിലെ അവസാന വാക്കായ ഒരുമിച്ച് പോകാൻ എന്ന വാക്ക്, അന്തിമ ശബ്ദ് സാത്ത് സാത്ത് ചലന കെ ബാദ്, ആ അവസാന വാക്കിന് ശേഷം യദി കവിത പാട് രോക്ക് ദിയ ജായത്തോ, ഈ കവിത ആലാപനം നിർത്തിയാൽ പോലും സുനിനെ വാലെ ഗൂദ് വാക്യ പൂരാ കർ ദേഗെ, അതായത്
കേൾക്കുന്ന ആള് ഈ പദ്യം പൂരിപ്പിച്ചോളും. അവർ കഹെങ്കി ജാൻതേ, അവർ പറയും അറിയുമെന്ന്, അറിയാമായിരുന്നെന്ന്. അതായത് ഈ കവിത ഏതെങ്കിലും ഗസലിലെ കേൾവിക്കാരുടെ നാമിൻ തുമ്പത്ത് സ്വയം വന്നു ചേരുന്ന അവസാന വരിയിലെ അവസാന വാക്ക് പോലെ ഈ കവിതയിലെ അവസാന വാക്കാണ്. ഒരുമിച്ച് പോകാൻ എന്നതിന് ശേഷം കവിത നിർത്തി കഴിഞ്ഞാൽ പോലും കേൾക്കുന്ന ആള് എന്ത് പറയും, അറിയാമായിരുന്നെന്ന്. അപ്പം പദ്യത്തിന് അത്രയും അതിൻ്റെ ആനന്ദം നിറയുന്ന വരികളാണ്. കാരണം ഒരു വരിയുടെ പകുതി നിർത്തി കഴിഞ്ഞാൽ പോലും, ആ ലാസ്റ്റ് വരി നിർത്തി കഴിഞ്ഞാലും അതിൻ്റെ ലാസ്റ്റ് ഭാഗം, അവസാന വരിയിലെ അവസാന ഭാഗം നിർത്തിക്കഴിഞ്ഞാലും അത് കേൾവിക്കാർ അവർക്ക് തന്നെ പൂരിപ്പിക്കാൻ കഴിയുമെന്ന് കവിത പറയുന്നു. ദഹിക്കണില്ല അല്ലേ? പക്ഷെ എന്താ ചെയ്യുക, നിങ്ങളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ അടുത്ത പാരഗ്രാഫ്. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. यह कविത ജാന്ന ശബ്ദക്ക് അറിയുക എന്ന വാക്കിന്റെ രൂഢീഗ്രസ്ത് അർത്ഥക്കോ പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരഹ്സെ ബദൽ ദേത്തി ഹെ പൂർണ്ണമായും മാറ്റുന്നു. ഈ കവിത അറിയുക എന്ന വാക്കിന്റെ പരമ്പരാഗതമായ പഴയകാലത്തെ അർത്ഥത്തെ പൂർണ്ണമായും മാറ്റുന്നു. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती हूँ. ഈ കവിത അറിയുക എന്ന വാക്കിനെ പരമ്പരാഗതമായ അർത്ഥത്തെ കംപ്ലീറ്റ് മാറ്റുന്നു. इस कविता की पहली दो पंक्तियों में ഈ കവിതയുടെ പഹലി ആദ്യത്തെ ദോ പങ്ക്തിയോ മേ രണ്ട് വരികളിൽ ആ രണ്ട് വരികളിൽ തന്നെ കവി അപ്പനി പൂരി ബാത്ത് കഹ് ദേത്താ ഹേ. ഈ കവിതയുടെ ആദ്യ രണ്ട് വരികളിൽ തന്നെ കവിതയ്ക്ക് പറയാനുള്ളത് മുഴുവൻ പറയുന്നു. ആദ്യത്തെ രണ്ട് വരികളിൽ തന്നെ പറയാനുള്ളത് മുഴുവൻ പറയുന്നു. ശേഷ പങ്ക്തിയാം ഉസേ കഹേ ഗയേക്കോ, അതിനുശേഷമുള്ള വരികളിൽ പിന്നെ ആദ്യത്തെ രണ്ട് വരികളിൽ കവിക്ക് പറയാനുള്ളത് മുഴുവൻ പറയുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെ കൂടുതൽ ഗാഠമുള്ളതും ആഴമുള്ളതുമാകും. കവിത പൂരി തരക്കാത്ത ശേഷ പങ്ക്തി ഉസേ കഹ് ഗയേക്കോ അവർ സെക്കൻഡ് അവർ ഗഹര കർത്തി. ഇതിന്റെ ആഴത്തിലുള്ളതാ, കൂടുതൽ ഗാഠതയുള്ളതും ആഴമുള്ളതുമാക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെ ആണ് കൂടുതൽ ഒന്നും കൂടി വ്യക്തമാക്കി, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അപ്പം അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യത്തെ രണ്ട് വരിയിൽ തന്നെയാണ് കവിതയിൽ പറയാനുള്ളത് മുഴുവൻ പറയുന്നു. പിന്നെ അതിനെ സാധൂകരിക്കുകയാണ് ബാക്കി വരികൾ ചെയ്യുന്നത്. കവിതാക്ക സന്ദേശ ഹേക്കി, കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോं के बीच मनुष्यता का आहसास यानी मानवीय संवेदना होना जरूरी है. ദോ മനുഷ്യോ കെ ബീച്ച്, രണ്ടാളുകൾക്കിടയിൽ, മനുഷ്യക അഹ്സാസ് യാനി മാനവീയ സംവേദന, രണ്ടാൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ അനുഭവം, അതായത് മാനവീയ സംവേദന ഹോന ജരൂരി ഹേ, ഉണ്ടാക്കുക ആവശ്യമാണ്. രണ്ട് വ്യക്തികൾക്കിടയിൽ മാനവീയ രണ്ടാൾക്കും മനുഷ്യത്വത്തിന്റെ അനുഭവം, അതായത് മാനവീയ സംവേദനം, മനുഷ്യത്വപരമായ സംവേദനം, ആശയവിനിമയം അതുണ്ടാക്കുകയാണ് അത്യാവശ്യം. ജാൻകാരിയ ജരൂരി നഹി ഹേ, അറിവ് അത്ര ആവശ്യമില്ല, മനുഷ്യത്വമാണ് ഈ കവിതയിൽ വേണ്ടത്. ഓക്കെ, ഈ കവിതയിൽ എന്താ വേണ്ടത്? അറിവിനേക്കാൾ നമ്മൾക്ക് വേണ്ടത് എന്താണ്? മനുഷ്യത്വമാണ്. ഓക്കെ, പിന്നെ പറയുന്നത് കിന്തു യഹ് സന്ദേശ് കവിതാ മേം ഉപദേശ് കി തരഹ് നഹി ആത്താ ഹേ. പക്ഷേ ഈ സന്ദേശം കവിതയിൽ ഉപദേശത്തിന്റെ പോലെയല്ല ഉള്ളത്. നിങ്ങളിത് കഴിഞ്ഞ ഉത്തരമല്ലോ പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ പറയുന്നത് മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളാണ്, മനുഷ്യബന്ധത്തിന്റെ ഗാഢതയാണ്, ആഴവും പരപ്പുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന് വല്ലാത്ത അറിവ് വേണ്ട. അതായത് ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ ആളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊന്നുമല്ല, ആളുടെ മനുഷ്യന്റെ പേരിനെയല്ല, മനുഷ്യന്റെ വയസ്സിനെയല്ല, മനുഷ്യന്റെ പ്രായത്തിനെയല്ല, പദവിയെയല്ല, ജാതിയല്ല, മനുഷ്യന്റെ വിഷമങ്ങളാണ്, മനുഷ്യന്റെ വികാരങ്ങൾ നമുക്കറിയണം. അവൻ പ്രതിസന്ധിയിലാണെങ്കിൽ അവനെ സഹായിക്കണം, മനുഷ്യനായി കാണണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കവിത ഞാൻ ഒന്നും കൂടി വായിച്ച അർത്ഥം പറഞ്ഞുതരാം, എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ
നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കേട്ടോ. ഹതാശാസെ ഏക്ക് വ്യക്തി ബൈഠ് ഗയാത്ത, നിരാശനായി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. വ്യക്തിക്കോ മേ നഹി ജാനതാത്ത, വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഹതാശക്കോ ജാനതാത്ത, എനിക്ക് നിരാശയെ അറിയാമായിരുന്നു. ഇസ്ലിയെ മേം ഉസ് വ്യക്തിക്ക് പാസ് ഗയ, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. മേനെ ഹാത്ത് ബഠായ, ഞാൻ കൈ നീട്ടി. മേരാ ഹാത്ത് പക്കടുക്കർ വഹ് ഗഡാ ഹുവ, എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റു. മുझे वह नहीं जानता था, എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനേക്കോ ജാനത, എൻ്റെ കൈ നീട്ടൽ അറിയാമായിരുന്നു. ഹം ദോനം സാത്ത് ചലേ, ഞങ്ങൾ ഈ രണ്ടുപേരും ഒപ്പം നടന്നു. ദോനോം ഏക്ക് ദൂസരേക്കോ നഹി ജാനത്തെ, രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനേക്കോ ജാനത്തെ, ഒപ്പം നടക്കാൻ അറിയാമായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ പറയുന്നു, ആദ്യത്തെ 2 വരിയിൽ മാത്രം കവിതയുടെ അർത്ഥം പറയുന്നു. അതാണ് ഹതാശാസ ഏക്ക് വ്യക്തി ബൈഠ് ഗയാത്ത, നിരാശനായിട്ടൊരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ മേ നഹി ജാനതാത്ത, ഞാൻ വ്യക്തിയെ അറിയില്ലായിരുന്നു. ഓക്കെ, പക്ഷെ വ്യക്തിയെ അറിയില്ലെങ്കിലും ഞാൻ ആളുകളെ നോക്കി അല്ലേ, അപ്പോൾ ആളോടൊരു സിമ്പതി ഉണ്ടായി. ആ സിമ്പതി നമുക്ക് വേണം. ആളെ സഹായിക്കാനുള്ളൊരു മനോഭാവം നമുക്ക് വേണം. നമുക്ക് അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ് വേണ്ടത് എന്നാണ് വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിതയിൽ പറയുന്നത് എന്നാണ് നരേഷ് സക്സേന നമ്മളോട് പറയുന്നത്. ഓക്കെ, കവിതയുടെ അർത്ഥം സിമ്പിളാണ്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാവും. അറിയുക എന്ന വാക്കും അറിയില്ല എന്ന വാക്കിനൊക്കെ പരമ്പരാഗതമായ അർത്ഥത്തെ മാറ്റിമറിച്ചു പുതിയ അർത്ഥങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ആൾ പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് അടുത്ത ഭാഗത്തായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ബോറിംഗ് ഭാഗമാണെങ്കിലും ഇതൊക്കെ നിങ്ങൾ പഠിപ്പിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിന് നല്ല രീതിയിൽ എടുക്കുക. പുസ്തകം നിങ്ങൾ സ്പീഡിൽ വായിക്കുക, റീഡിങ് കപ്പാസിറ്റി ഉണ്ടാക്കുക. മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ വന്നോളും. ഓക്കെ.